നിങ്ങളുടെ എല്ലാ കമന്റ്സും കണ്ടു. കമന്റ്സിന്റെ താഴെ ഞാൻ കോമൺ ആയിട്ട് എല്ലാ വീഡിയോസിന്റെ താഴെയും കണ്ട ഒരു കമന്റ് ആണ്, എല്ലാ സ്ത്രീകൾക്ക് ആവശ്യമായ, അതായത് സ്ത്രീകൾക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ കഴിയുന്ന ബിസിനസ് ഐഡിയാസിനെ കുറിച്ച് വീഡിയോസ് ചെയ്തു. ഞങ്ങൾ പുരുഷന്മാർക്ക് വേണ്ടിയും എന്തെങ്കിലും ബിസിനസ് ഐഡിയാസ് ഉണ്ടോ എന്നൊരു കമന്റ്സ് ഞാൻ മോസ്റ്റ് ഓഫ് എല്ലാ വീഡിയോസിലും ഞാൻ കാണാറുണ്ട്, അതിന്റെ താഴത്തെ കമന്റിൽ ഞാൻ കാണാറുണ്ട്. അപ്പോൾ പുരുഷന്മാർക്ക് ചെയ്യാൻ കഴിയുന്ന 5 ബിസിനസ് ഐഡിയ ആണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. വീട്ടിൽ നിന്ന് ആരംഭിക്കാവുന്ന പുരുഷന്മാർക്ക് ചെയ്യാൻ കഴിയുന്ന ലാഭകരമായ 5 ബിസിനസ് ഐഡിയ. നിങ്ങളൊരു ജോലി നഷ്ടപ്പെട്ട ആളാണെങ്കിലും സാരമില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ജോലിയുണ്ട്, ജോലിയോടൊപ്പം അധിക വരുമാനം കണ്ടെത്താൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഈ വീഡിയോ മുഴുവനായി കാണൂ. കുറഞ്ഞ ചിലവിൽ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നിങ്ങളുടെ സ്കിൽ അടിസ്ഥാനമാക്കി നിങ്ങൾക്ക് ഈ ബിസിനസ് ആരംഭിക്കാവുന്നതാണ്. ഞാൻ നിങ്ങളുടെ കരിഷ്മ. എല്ലാവർക്കും ബോസ്വാല മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾക്ക് ഇതുപോലുള്ള നിരവധി ഇൻഫോർമേറ്റീവ് വീഡിയോസ് കാണാവുന്നതാണ്. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ബിസിനസ് ഐഡിയ ആണ് ഫ്രീലാൻസ് കണ്ടന്റ് ക്രിയേഷൻ ഓർ ബ്ലോഗിംഗ്. നിങ്ങൾ എഴുതാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണോ? നിങ്ങൾ എഴുതാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ബ്ലോഗ്സ് എഴുതി അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് എഴുതി നിങ്ങൾക്ക് സ്വന്തമായി വരുമാനം കണ്ടെത്താവുന്നതാണ്. ഈ ബിസിനസ് ആരംഭിക്കുന്നതിന് ആവശ്യമായ സാധനങ്ങൾ, നിങ്ങൾക്ക് ഒരു സ്വന്തമായ ഒരു ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോൺ, നല്ല രീതിയിലുള്ള ഒരു ഇന്റർനെറ്റ് ആക്സസും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയി ഈ ഒരു ബിസിനസ് ആരംഭിക്കാവുന്നതാണ്. ഇനി എങ്ങനെ എഴുതി തുടങ്ങാമെന്നായിരിക്കും നിങ്ങൾക്ക് സംശയം. നിങ്ങൾക്ക് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലാണ് കൂടുതൽ നോളജ് ഉണ്ടെങ്കിൽ ആ ഒരു മേഖലയിൽ നിങ്ങൾക്ക് ആർട്ടിക്കിൾസ് എഴുതാവുന്നതാണ്. നിങ്ങൾ ട്രാവലിംഗ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ട്രാവൽ റിലേറ്റഡ് ബ്ലോഗ്സ് അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് എഴുതാവുന്നതാണ്. അതുമല്ലെങ്കിൽ നിങ്ങൾ ഫിനാൻസ് മേഖല ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ആർട്ടിക്കിൾസും ബ്ലോഗ്സും എഴുതാവുന്നതാണ്. നിങ്ങളുടെ ഇഷ്ടം എന്താണെന്ന് മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഏത് മേഖലയിലാണ് കൂടുതൽ നോളജ് എന്ന് മനസ്സിലാക്കുക, ആ മേഖല തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് ആർട്ടിക്കിൾസ് അല്ലെങ്കിൽ ബ്ലോഗ്സ് എഴുതി വരുമാനം നേടാവുന്നതാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ആർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഈ ഒരു ബ്ലോഗ്സ് ഉപയോഗിച്ച് വരുമാനം നേടുന്നതെന്ന് നോക്കാം. ഗൂഗിൾ ആഡ്സെൻസ്, സ്പോൺസർഷിപ്പ്, അഫിലിയേറ്റ് മാർക്കറ്റിംഗ്, ഫ്രീലാൻസ് പ്ലാറ്റ്ഫോംസ് ലൈക്ക് ഫീവർ, അപ്വർക്ക് എന്നിവയിൽ നിങ്ങളുടെ ആർട്ടിക്കിൾസ് നൽകുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ബ്ലോഗ്സ് നൽകുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ആപ്സിലൂടെ നിങ്ങൾക്ക് സ്വന്തമായി നിങ്ങളുടെ ആർട്ടിക്കിൾസിന് വരുമാനം ലഭിക്കുകയും അതിലൂടെ നിങ്ങൾക്ക് കൂടുതൽ പണം സമ്പാദിക്കുകയും ചെയ്യാം. അതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. ഒരു മലയാളി യുവാവ് ഹെൽത്ത് റിലേറ്റഡ് വിഷയത്തിൽ, അദ്ദേഹത്തിന് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ നോളജ് ഉള്ളത്. ആ ഒരു കാര്യങ്ങളെ കുറിച്ച്, ആരോഗ്യപരമായ കാര്യങ്ങളെ കുറിച്ച് ആർട്ടിക്കിൾസ് എഴുതുകയും ആ ഒരു വിഷയത്തിനെ ആസ്പദമാക്കി ബ്ലോഗ്സ് ആരംഭിക്കുകയും ചെയ്തു. ഇപ്പോൾ അദ്ദേഹത്തിന് പ്രതിമാസം 30,000-ലധികം വരുമാനം നേടാൻ സാധിക്കുന്നുണ്ട്. രണ്ടാമതായി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന, നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ കഴിയുന്ന ഒരു ബിസിനസ് ഐഡിയ ആണ് ഹോം മെയ്ഡ് ഫുഡ് ബിസിനസ്. നിങ്ങൾക്ക് പാചകം ചെയ്യാനുള്ള ഒരു കഴിവുണ്ടോ? ഇപ്പോൾ സ്ത്രീകൾക്ക് മാത്രമുള്ളതല്ല കുക്കിംഗ്, ഇപ്പോൾ എല്ലാവർക്കും നിങ്ങൾക്ക് കുക്ക് ചെയ്യാനുള്ള ഒരു സ്കിൽ ഉണ്ടെങ്കിൽ ഈ ബിസിനസ് നിങ്ങൾക്ക് ആരംഭിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ഏത് സാധനമാണ്, നിങ്ങൾക്ക് ബേക്കിംഗ് ആണോ ചെയ്യാൻ ഇഷ്ടം, എന്നാൽ ആ ഒരു ബേക്കിംഗ് റിലേറ്റഡ് ബിസിനസ് ആരംഭിക്കാവുന്നതാണ്. നിങ്ങൾക്ക് നോർത്ത് ഇന്ത്യൻ ഫുഡ് ഉണ്ടാക്കാനാണ് താല്പര്യമെങ്കിൽ അങ്ങനെ ഒരു ബിസിനസ് ആരംഭിക്കാം. സൗത്ത് ഇന്ത്യൻ ഫുഡാണ് ഉണ്ടാക്കാൻ ആഗ്രഹമെങ്കിൽ അങ്ങനെ, തായ് ഫുഡ് ഉണ്ടാക്കാനാണോ ആഗ്രഹം, അങ്ങനെ ഏത് തരത്തിലുള്ള ഫുഡ് ഉണ്ടാക്കാനാണോ നിങ്ങൾക്ക് സ്കില്ലുള്ളത് ആ സ്കിൽ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒരു ഫുഡ് ബിസിനസ്, അതായത് ഹോം മെയ്ഡ് ഫുഡ് ബിസിനസ് നിങ്ങൾക്ക് ആരംഭിക്കാവുന്നതാണ്. നിങ്ങൾ രുചികരമായ ആ ഒരു ഭക്ഷണം തയ്യാറാക്കുകയും ഓൺലൈൻ വഴിയായി നിങ്ങൾക്ക് ആ ഭക്ഷണം വിറ്റഴിക്കുകയും ചെയ്യാം. ഈ ഒരു ബിസിനസ് ആരംഭിക്കുന്ന ആവശ്യമായി നിങ്ങൾക്ക് ഒരു അടുക്കള ആവശ്യമുണ്ട്. അത് മാത്രമല്ല സാധനങ്ങൾ പാക്ക് ചെയ്യുന്നതിന് ആവശ്യമായ കുറച്ച് സാധനങ്ങൾ വേണ്ടിവരും. FSSA ലൈസൻസ്, നിങ്ങൾ ഏത് തരത്തിലുള്ള ഫുഡ് റിലേറ്റഡ് ബിസിനസ് ആരംഭിക്കണമെങ്കിലും ഇത്തരത്തിലൊരു ലൈസൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ആ ഒരു ലൈസൻസ് നിങ്ങൾ മുൻകൂറായി എടുക്കേണ്ടതും വളരെ അത്യാവശ്യമായ ഒരു ഘടകമാണ്. പിന്നെ നിങ്ങൾക്ക് ഓൺലൈൻ മാർക്കറ്റിംഗ് ചെയ്യാവുന്നതാണ്. സ്വിഗ്ഗി, സൊമാറ്റോ വഴി നിങ്ങളുടെ ഫുഡ് നിങ്ങൾക്ക് വിൽക്കാവുന്നതാണ്. അത് മാത്രമല്ല നിങ്ങൾക്ക് വാട്സ്ആപ്പ്, ഇൻസ്റ്റാഗ്രാം പോലുള്ള സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് നിങ്ങൾ ഇങ്ങനെ ഒരു ബിസിനസ് ആരംഭിക്കുകയാണ്, ഏത് തരത്തിലുള്ള ഫുഡാണ്, നിങ്ങളുടെ ഫുഡ് മെനു നിങ്ങൾക്ക് ഈ സോഷ്യൽ മീഡിയ വഴി ഷെയർ ചെയ്യാവുന്നതാണ്. ഈ ഒരു ബിസിനസ് ആരംഭിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ആദ്യം കുറച്ച് ദിവസങ്ങളിൽ ഈ ഒരു കസ്റ്റമേഴ്സിന് നിങ്ങളുടെ ഒരു പ്രോഡക്റ്റ് അറിഞ്ഞു വരാനുള്ള ഒരു സമയം ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് 5,000 രൂപ മുതൽ 50,000 രൂപ വരെ ആയിരിക്കും നിങ്ങൾക്ക് വരുമാനം ലഭിക്കുന്നത്. മൂന്നാമതായി നമ്മൾ നോക്കാൻ പോകുന്ന ബിസിനസ് ഐഡിയ ആണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസ്. ചെറിയ സ്ഥാപനങ്ങൾക്കും ലോക്കൽ ബിസിനസ്സുകൾക്കും ഫേസ്ബുക്ക് ആഡ്സ്, ഗൂഗിൾ ആഡ്സ്, SEO, ഇൻസ്റ്റാഗ്രാം ഗ്രോത്ത് എന്നിവ നടത്തിക്കൊണ്ട് നിങ്ങൾക്ക് വരുമാനം നേടാൻ കഴിയും. ഈ ബിസിനസ് ആരംഭിക്കുന്നതിനായി നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിനെ കുറിച്ച് ഒരു അറിവുണ്ടായിരിക്കണം. നിങ്ങൾക്ക് സ്വന്തമായ ഒരു ലാപ്ടോപ്പോ അല്ലെങ്കിൽ ഫോണോ ഉണ്ടെങ്കിൽ അതിൽ തന്നെ നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വർക്ക് ആരംഭിക്കാവുന്നതാണ്. ക്യാൻവ, ഗൂഗിൾ ടൂൾസ്, മെറ്റാ ബിസിനസ് സ്യൂട്ട് എന്നീ ആപ്പുകൾ ഉപയോഗിക്കാൻ ആവശ്യമായ പരിചയ സമ്പത്തും നിങ്ങൾക്കുണ്ടായിരിക്കണം. ഇനി എങ്ങനെ ഇതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇത് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ക്ലയന്റിനെ ആശ്രയിച്ചായിരിക്കും. നിങ്ങൾക്ക് ഓരോ വർക്കിനും 5,000 രൂപ മുതൽ 15,000 രൂപ വരെ നേടാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വർക്കുകൾ ലഭിക്കുകയാണെങ്കിൽ കൂടുതൽ വരുമാനവും ഇതിൽ നിന്ന് നേടാൻ സാധിക്കും. നാലാമത് നമ്മൾ നോക്കാൻ പോകുന്ന കാര്യമാണ് ഹോം ബേസ്ഡ് യൂട്യൂബ് ചാനൽ. നിങ്ങൾക്ക് നിങ്ങളുടെ ആശയങ്ങൾ പങ്കുവയ്ക്കാനും നിങ്ങളുടെ അറിവ് പകർന്നു നൽകാനും ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായി ഒരു യൂട്യൂബ് ചാനൽ ആരംഭിക്കാവുന്നതാണ്. എങ്ങനെയാണ് ഇനി യൂട്യൂബ് ചാനൽ ആരംഭിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. അത് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല, എല്ലാവർക്കും, ചെറിയ കുട്ടികൾക്ക് വരെ അറിയാവുന്ന കാര്യമാണ്. നിങ്ങളുടെ കയ്യിൽ സ്വന്തമായ ഒരു ഫോൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായ ഒരു യൂട്യൂബ് ചാനലും ആരംഭിക്കാവുന്നതാണ്. നിങ്ങൾ എന്താണോ പറയാൻ ആഗ്രഹിക്കുന്നത് അത് ഷൂട്ട് ചെയ്ത് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ആയ ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, ഫേസ്ബുക്ക് എന്നിവയിൽ അപ്ലോഡ് ചെയ്യുകയും അതിൽ കൂടുതൽ വ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക്
ആ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്ന് തന്നെ പണം സമ്പാദിക്കാൻ കഴിയും. ഇനി എങ്ങനെയാണ് ഈ ഒരു യൂട്യൂബിൽ നിന്ന് വരുമാനം ലഭിക്കുന്നത് നമുക്ക് നോക്കാം. ആഡ് റവന്യൂ, സ്പോൺസർഷിപ്പ്, അഫിലിയേറ്റ് ഇൻകം എന്നിവയിലൂടെ നിങ്ങൾക്ക് വരുമാനവും ലഭിക്കുന്നു. ആദ്യ കുറച്ച് മാസങ്ങളിൽ നിങ്ങൾ കുറച്ച് സ്ട്രഗിൾ ചെയ്യേണ്ടി വരുമെങ്കിലും കൂടുതൽ ആളുകൾ നിങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയും അങ്ങനെ നിങ്ങളുടെ വ്യൂസ് ഇൻക്രീസ് ആവുകയും നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഫണ്ട്സ് യൂട്യൂബിൽ നിന്ന് തന്നെ ലഭിക്കുകയും ചെയ്യുന്നു. മാസം ഏകദേശം 10,000-ലധികം തന്നെ നിങ്ങൾക്ക് ചുരുങ്ങിയത് 3 മാസത്തിൽ സമ്പാദിക്കാൻ കഴിയും. അഞ്ചാമതായി നമ്മൾ നോക്കാൻ പോകുന്ന കാര്യമാണ് പ്രിന്റ് ഓൺ ഡിമാൻഡ് ആൻഡ് കസ്റ്റം ടീഷർട്ട്സ്. ടീഷർട്ട്, മഗ്സ്, ഫോൺ കേസ് തുടങ്ങിയവയിൽ ഡിസൈനുകൾ അപ്ലോഡ് ചെയ്ത് നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാവുന്നതാണ്. ഓർഡർ കിട്ടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് പ്രിന്റ് ചെയ്യാവുന്നതാണ്. സ്റ്റോക്ക് ഇവിടെ ആവശ്യമില്ല. എങ്ങനെയാണ് ഈ ഒരു ബിസിനസ് ആരംഭിക്കേണ്ടതെന്ന് ഇനി നമുക്ക് നോക്കാം. ഫോട്ടോഷോപ്പ് ഓർ ക്യാൻവ, പ്രിന്റ് ഓൺ ഡിമാൻഡ് പ്ലാറ്റ്ഫോംസ് ലൈക്ക് പ്രിന്റ് ത്രോ, ക്വിക്ക് ഇങ്ക്, ഇൻസ്റ്റാഗ്രാം സ്റ്റോർ അല്ലെങ്കിൽ വെബ്സൈറ്റ് എന്നിവയുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായി ഈ ഒരു ബിസിനസ് ആരംഭിക്കാവുന്നതാണ്. ഇനി എങ്ങനെ ഈ ഒരു ബിസിനസ്സിൽ നിന്ന് വരുമാനം നേടാമെന്ന് നോക്കാം. ഒരു ടീഷർട്ട് പ്രിന്റ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് 100 രൂപ മുതൽ 500 രൂപ വരെ വരുമാനം നേടാൻ സാധിക്കും. അങ്ങനെ നോക്കുകയാണെങ്കിൽ മാസം 15,000 രൂപ മുതൽ 60,000 രൂപ വരെ നിങ്ങൾക്ക് നേടാൻ സാധിക്കും. ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പുരുഷന്മാർക്കും, അതായത് സ്ത്രീകൾക്ക് മാത്രമല്ല സ്ത്രീകൾക്കും ഇത് ആരംഭിക്കാവുന്നതാണ്, അതുപോലെ തന്നെ പുരുഷന്മാർക്കും ആരംഭിക്കാൻ കഴിയുന്ന 5 ബിസിനസ് ഐഡിയ ആണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമായെന്ന് ഞാൻ കരുതുന്നു. നിങ്ങളുടെ കഴിവ് എന്താണെന്ന് മനസ്സിലാക്കി അതൊരു ബിസിനസ് ഐഡിയ ആക്കി മാറ്റി സക്സസ്ഫുൾ ആയി നിങ്ങളുടെ സ്വന്തമായ ഒരു ബിസിനസ് ഇന്ന് തന്നെ ആരംഭിക്കൂ. ഏതൊരു വലിയ സംരംഭവും ആരംഭിക്കുന്നത് ചെറിയ ചുവടുവയ്പിലൂടെയാണ്. അത് മാത്രമല്ല, ബോസ്വാല മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇതുപോലുള്ള നിരവധി ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങൾക്ക് ഈ ഒരു ചാനലിലൂടെ കാണാനും സാധിക്കും. ഇനി ഏത് തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് വേണ്ടതെന്ന് താഴെ കമന്റ് ബോക്സിലും പറയൂ. ബോസ്വാല, ബി ദ ബോസ്.